എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ജമന്തി തോട്ടം സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഓണമൊക്കെ വരെയല്ലേ, അപ്പോൾ ഒരു ജമന്തി പൂന്തോട്ടം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സുജാത കേസ് മൈ മദറാണ്. അപ്പോൾ അമ്മയുടെ തന്നെ ചോദിക്കുക ഇതെങ്ങനെയൊക്കെയാണ് നടണത്, എന്തൊക്കെയാണ് വളങ്ങൾ ചേർക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഒരു 5-6 തൈകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള വിത്ത് ശേഖരിച്ച് വെച്ചാണ് ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. ചോദിക്കാം ഇതെങ്ങനെയാണ് നട്ടിട്ടുള്ളതെന്ന്. കാരണം ഇത്രയും തൈകൾ അമ്മ ഇപ്പം നട്ടിട്ടുണ്ട്. അമ്മ ഇത് എത്ര തൈ ഉണ്ട് അമ്മ? ഇത് 2-3 സെറ്റ് രണ്ട് തൈ വെച്ച് നട്ടിട്ടുണ്ട്. ഒരു സെറ്റ് 4 തൈ വെച്ച്. അങ്ങനെ അമ്മ ഇത് ഉച്ചയ്ക്ക് എന്തോ നട്ടതാണ് കേട്ടോ. ഇത്രയും അതായത് ഇത്രയും വളർത്തിയതിന് ശേഷമാണ് നമ്മൾ വേറെ കവറിലാക്കി അമ്മ ഈ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര വെച്ച് നട്ടിട്ടുള്ളത്? 2. പിന്നെ ഇത് 2 ഇത് മാത്രം 4. അങ്ങനെ ലാസ്റ്റ് ഉള്ളത് 4 തൈ വെച്ചാണ് നട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നടാനായിട്ടും ഉണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട്. മഞ്ഞ കളറും ഓറഞ്ചാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നടണത്. നല്ല രസമായിരിക്കും, പൂത്ത് വരുന്ന സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ. മഞ്ഞ ഓറഞ്ച് കൂടെ നിൽക്കണം. അമ്മ കുഴിയൊക്കെ സെറ്റ് ചെയ്താണ് ചെയ്യണത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ മുമ്പത്തെ ഇട്ട വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിലൊരു 4-5 തൈകളുടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അമ്മ? പക്ഷെ അതിന് നമ്മൾ വേണ്ടത്ര കെയറിങ് ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണ വെള്ളം എന്ന് ഒഴിക്കുമ്പോൾ, ചെടികൾക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമായിരുന്നു. പിന്നെ വല്ലപ്പൊരിക്ക് ചാണകം ഇടുമായിരുന്നു അല്ലേ, ചാണകത്തിൻ്റെ പൊടി ഇടുമായിരുന്നു. ഇതാ നമ്മൾ നട്ടതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൂ കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അവിടെ കുഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പാടാണ്, അമ്മ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ വേര് പൊട്ടാൻ നോക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നട്ടാൽ സേഫ്റ്റി ആയിട്ട് നിൽക്കും അല്ലേ അമ്മ? അതായത് നമ്മൾ ഒരു വിത്ത് ഇടുന്നിടത്തിൽ തന്നെ പൊടിപ്പിക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചത് ഈ ഒരു പരുവത്തിലായതിനു ശേഷം എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി നടുമ്പോൾ നല്ല രീതിയിൽ വേരൊക്കെ ഇറങ്ങി പൂക്കളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പെരിച്ചായി അങ്ങനെയൊക്കെ വന്ന് തോണ്ടുമ്പോൾ പിന്നെ നമ്മുടെ ചെടി അങ്ങ് കരണ്ട് പോകും ഗൈസ്. അല്ലേ, ഇത് ഏകദേശം 10 തൈയാണ്. ഇത് എടുക്കാൻ വേണ്ടി കൂടുതൽ ഫ്ലവർ ഉണ്ടാകാനുള്ള പൊടി. ഇത് ഇപ്പം ഞങ്ങൾക്ക് ജമന്തിയിൽ വേണമെങ്കിൽ, അതായത് നിങ്ങളാണെങ്കിലും വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇത് നല്ല രീതിയിൽ കായ്ക്കും. കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടിട്ടുള്ളതുകൊണ്ട്, അതായത് സാധാരണ വീടിൻ്റെ മുറ്റം നടുമ്പോൾ നട്ടാണ്, ഒരു പൂക്കൃഷിയായിട്ട് ഞങ്ങൾ അങ്ങനെ നട്ടതല്ല ഇതൊന്നും. ഈ നിൽക്കുന്ന കത്തിരിക്ക തൈയാണ് കേട്ടോ. അമ്മ ഇതെന്താന്നമ്മ? ഇത് കത്തിരിക്കയല്ലേ? വഴുതളങ്ങ, തക്കാളി, ഇത് കത്തിരിക്ക, പിന്നെ ഇത് നമ്മുടെ കാന്താരി മുളക് നിറച്ചും പൂട്ടിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളക് കണ്ടില്ലേ, പൂവുണ്ടല്ലേ. കാന്താരി ഒരു 9 തൈ ഉണ്ട്. അതെ, 9 തൈ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വെറുതെ വീട്ടിൽ ഷോയ്ക്ക് വേണ്ടി നിർത്തിക്കുന്നതല്ല കേട്ടോ. അമ്മ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി കാന്താരിയും പച്ചക്കറിയൊക്കെ നടണതാണ്. കൃഷികളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കൃഷികളൊക്കെ ഇപ്പോഴല്ല, ഞങ്ങൾ നേരത്തെ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യും. സ്ഥലം ഒരുപാടില്ലെങ്കിൽ ടെറസിൻ്റെ മണ്ടയ്ക്കും ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്.
ഇത് നമ്മുടെ ഈ തൈകൾ നടാണ്ട കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തിലാണ് അല്ലേ അമ്മ? ഈ മഴ സമയത്താണ് കേട്ടോ. പക്ഷെ അത് നമുക്ക് കുറച്ച് പാടുമാണ്. അപ്പം ഞങ്ങളിത് സെപ്പറേറ്റ് ആയിട്ടില്ലേ മഴയത്തൊന്നും കൊള്ളാത്ത രീതിയിൽ കൊണ്ട് ഇത്രയും വളർത്തിയെടുത്തതാണ് ഗൈസ്. അപ്പോൾ അതാണ് നേരത്തെ ഒന്നും കാണിച്ചു തരാൻ പറ്റാത്തത്. ജൂൺ മാസത്തിൽ നട്ടാലേ 3 മാസത്തിനകം വെച്ച് പൂക്കളെല്ലാം നല്ല രീതിയിൽ. അത് ഓണ സമയമാകുമ്പോഴേക്കും നമ്മുടെ മുറ്റം ഏതെന്ന് അറിയാത്ത രീതിയിൽ 45 ദിവസം മതി. എന്നാലും ഒരു കണക്ക് പറഞ്ഞാണ് ചിലർ പറയും. ഇനി ഇപ്പം കണ്ടില്ലേ അപ്പുറത്തെ സൈഡിൽ പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ആർക്കും ചെയ്യാൻ വയ്യ, പക്ഷെ ചെയ്ത് കാണുമ്പോൾ അവർക്കതെല്ലാം വേണം. ഞാൻ നേരത്തെ കാണിക്കാൻ തന്നെയാണ് ഇരുന്നത് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ആദ്യം ഒരു വിത്തൊക്കെ ഇട്ടതിന് ശേഷം മുളച്ചതിന് ശേഷം അല്ലേ ചെറിയ വളർച്ചയിൽ തന്നെ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒരു 2-3 സ്റ്റെപ്പിൽ തന്നെ ഒരു 10-25 തൈയോളം ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഴയത്ത് ഈ വെള്ളമൊക്കെ കെട്ടി അതങ്ങനെ അഴുകിപ്പോയി കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ സേഫ്റ്റി ആക്കി വെച്ച് ഇത്രയും വളർത്തിയെടുത്തതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മഴ തീർന്നതെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ജൂലൈ തുടങ്ങിയതൊക്കെയല്ലേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ അധികം ഈ വളർച്ചയിലാണ് ഇപ്പം ഞാൻ കാണിച്ചതല്ലേ, ഈ വളർച്ചയിലാണ് ഞങ്ങൾ ഇളക്കി നട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മഴ വന്ന് അല്ലേ ഈ വെള്ളം വന്ന് കുത്തനെ വന്ന് വീഴുമ്പോൾ ആ തൈയെല്ലാം ഒടിഞ്ഞു പോയി നാശമായി പോകും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അമ്മ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കുറച്ചൊക്കെ എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കാൻ നോക്കൂ. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ സമയം വളരെ കുറവാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കടയിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, പിന്നെ അമ്മയുടെ ഹെൽത്ത് പ്രശ്നം കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കി എല്ലാം ബാലൻസ് ചെയ്താണ് അമ്മ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ വെറുതെ മടി പിടിച്ചിരിക്കാതെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ ഇതുപോലെ തന്നെ അമ്മ ഇടയ്ക്കൊക്കെ തൈകളൊക്കെ ഇല്ലേ അമ്മ, അതായത് ഇങ്ങനെ കാന്താരി മുളക് പിന്നെ ഇങ്ങനെ പച്ചക്കറിയുടെ തൈകളൊക്കെ പൊടിപ്പിച്ചിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാറുണ്ട്. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ 2-4 ഒക്കെ വെച്ച് നട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അത്ര വളർച്ചയിലാകുമ്പോഴേ അതൊരു ഭംഗി ഉണ്ടാവുമല്ലോ കേട്ടോ. ഈ സമയത്ത് നട്ടാലേ നമുക്ക് ഓണത്തിനൊരു വിളവെടുപ്പ് എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും 90-100 തൈയൊന്നും ആരുമില്ലേ ചുമ്മാ കാണാൻ വേണ്ടി നടില്ലല്ലോ. അപ്പോൾ ഒരു വരുമാന മാർഗത്തിനായിട്ട് വേണ്ടിയാണ് അമ്മ പറയുന്നത്. നിത്യം കായ്ക്കുന്നതാണ് ഈ ജമന്തി പൂക്കളെ. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും കടകളിൽ കൊണ്ടു കൊടുത്താലും എങ്ങനെ പോലെ ഒരു 100 രൂപയെങ്കിലും ഡെയിലി കിട്ടുമല്ലോ. അപ്പോൾ അമ്മയുടെ പൂക്കൃഷിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും അല്ലേ കൃഷികളൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ നോക്കൂ. അല്ലെങ്കിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഹെൽത്തി ഫുഡൊക്കെ നമുക്കല്ലേ ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഈ നിൽക്കണത് മുരിങ്ങ തൈയാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ അടുത്ത ഇല വരും അല്ലേ അമ്മ, തിളിർപ്പുണ്ടാവും. അതെ, ഏകദേശം ഒരു 4-5 മാസത്തിനകം വെച്ച് കായ്ക്കുന്ന രീതിയിലുള്ള ഇതാണ്. ഞങ്ങളെ കാന്താരി മുളക് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത്രയല്ല, ഏകദേശം ഒരു 10-25 തൈയോളം ഉണ്ടായിരുന്നു. ഈ മഴയത്തല്ലേ, മഴയത്ത് നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളതെല്ലാം അമ്മ കെയർഫുള്ളായിട്ട് എടുത്ത് വെച്ചു, അതിനെ പരിപാലിച്ച് ഇത്ര എത്തിയിട്ടുണ്ട്. നിറച്ചും മൊട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇത് പൊക്കം കുറഞ്ഞിട്ടുള്ള കാന്താരിയാണെന്നാണ് തോന്നുന്നത് അല്ലേ അമ്മ? അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ നല്ല ഹൈറ്റ് വന്നിട്ടല്ലേ മൊട്ടൊക്കെ വരാനുള്ളത്. കൃഷിയോടുള്ള ഒരു സ്നേഹമാണോ അതോ അതിൻ്റെ കൂട്ടത്തിൽ വരുമാന മാർഗമാക്കിയാണോ എന്ന് അമ്മയോട് ചോദിച്ചു നോക്കാം. അമ്മ പറയൂ. കൃഷിയോടുള്ള സ്നേഹവും അതെ, ചെറിയൊരു വരുമാന മാർഗം, അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയല്ല. അതെ, അതായത് എന്തായാലും ഒരു 90 തൈ വരെ നമുക്ക് വീട്ടിൽ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അത് കുറച്ച് പുറത്ത് നമുക്ക് കടകളിൽ കൊടുത്താൽ കടകളിൽ കൊണ്ട് കൊടുക്കാം. നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്തുള്ള അതെ പൂക്കടയെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് തുച്ഛമായ വരുമാനമായിരിക്കും കിട്ടുന്നത്. മതി, ധാരാളം. അതായത് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ടിട്ട്, അതായത് നമ്മുടെ ആ ചെടിക്ക് വെള്ളവും വളവും ഒക്കെ സമയത്തിന് കൊടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് ഒരു രൂപയാണെങ്കിലും കിട്ടുന്നത്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയെ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഒരുപാട് അമ്മമാരൊക്കെ കാണും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ആരുടെ അടുത്തും നമുക്ക് ചോദിക്കാതെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ 10 പൈസ ഉണ്ടെങ്കിൽ അതിന് ഒരു രൂപ ആണെങ്കിൽ പോലും അതൊരു വലിയ മൂല്യമാണ് കേട്ടോ. എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, അമ്മയാണെങ്കിലും അത് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ, എന്തെല്ലാം വരുമാന മാർഗ്ഗങ്ങൾ വീട്ടിലിരുന്ന് ഇതുപോലെ തൊഴിലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അപ്പൊ ചിലര് അമ്മയോട് ചോദിക്കും ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം. ഇതൊക്കെ നമ്മൾ സമയം ഇല്ലെങ്കിൽ പോലും എല്ലാം നമ്മൾ കണ്ടെത്തുന്നതാണ് ഗൈസ്. അതായത് കടയിലെ കാര്യം നോക്കണം, കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം, വീട്ടിലെ കാര്യം നോക്കണം, പിന്നെ അമ്മയ്ക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം, അതായത് നമുക്ക് കുറച്ചുകൂടെ ടെൻഷനൊക്കെ മാറണമെങ്കിൽ നമ്മൾ ഇതുപോലെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് കുറച്ച് വരുമാന മാർഗം കൂടെ കിട്ടുമെന്നുള്ള ഒരു ഇതിൽ കൊണ്ട് അമ്മ അതിൽ ഒരുപാട് സമയം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.